പിന്നെ പക്കോട, സമൂസ, ആലുവട, കോഴിക്കാൽ, ഇറച്ചിപ്പതിരി, ചിക്കൻ റോഡ്, കട്ട്ലേറ്റ്, പഴം നിറച്ച ഉന്നക്കായ്, കൽത്തപ്പം, കായ്പോള. നമസ്കാരം, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ വീഡിയോ എടുക്കാനായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊന്ന് ദുബൈയിൽ ഗിസൈസിലെ ഷെയ്ഖ് റാഷിദ് കോളനിയിലുള്ള ഒരു ഷോപ്പാണ്, ഒരു കഫ്റ്റേറിയ. ഈ കഫ്റ്റേറിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം എണ്ണപ്പലഹാരങ്ങൾ കിട്ടുന്നൊരു കടയാണ്. ഈ പ്രദേശത്തെങ്ങും തന്നെ ഇത്രയും ഒരു നല്ല എണ്ണക്കടി ആഹാരം കിട്ടുന്ന കടകൾ വളരെ കുറവെന്ന് ഞാൻ വേണം പറയാം. അതുകൊണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ വരികയും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ വരികാനും അത് കഴിക്കുവാനും ഒക്കെ ഇടയായി. അന്ന് തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണം. അങ്ങനെ ഇവിടെ വന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അന്നാണ്. ഇപ്പോൾ ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളിവടയാണ്. ആ ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ചില ഈ ഉള്ളി ഇല്ലാതെ ഉണ്ടാക്കുന്ന ഉള്ളിവടയാണ് നാട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്. ഇത് നോക്ക്, ബാക്കി വാ, ഈ സാധനം നിങ്ങൾ നോക്കുക. ഉള്ളിയാണ്, ഇത് മുഴുവൻ ഉള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ഉള്ളി എന്തൊക്കെയുണ്ട് ചേട്ടാ ഇതിനകത്ത്? ഒരു പിന്നെ ഉള്ളി തന്നെ ഉണ്ടാവും. മെയിനായിട്ട് സാധനം ഉള്ളി, പിന്നെ മസാലകളും, മാവ്, പിന്നെ മൈദ, കടലപ്പൊടി എല്ലാം. ഇത് എത്ര കാലമായി ഇവിടെ നിങ്ങൾ തുടങ്ങിയിട്ട്? 40-45 വർഷമായി തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളുടെ തിരക്ക്? വൈകുന്നേരം നമ്മൾ ചായക്കും കടിക്കുന്ന തിരക്ക് കൂടുതലുള്ളൂ. ഇത് എപ്പോഴാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? നമ്മൾ 3 മണി ആകുമ്പോൾ എല്ലാം റെഡിയാവും. 3 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ടാവും. 9 മണി വരെ ഉള്ളൂ റെസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ നോർമൽ രാത്രി 12 വരെ നമ്മളൊരു ഉണ്ട് ഷോപ്പ് ഉണ്ട്. പിന്നെ പൊറോട്ട, കറി, എണ്ണ ഐറ്റംസ് എല്ലാം ഉണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് റാഷിദ് കോളനി, ബി ബ്ലോക്ക്, നമ്മളെ തല റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് കരച്ചട്ടി, അതിൻ്റെ അടുത്ത് കയറ്റി. അപ്പോൾ വേറെ ഏതൊക്കെ ഷോപ്പ്? ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അടുത്തുണ്ട്, ദുബായ് ഗ്രാൻഡ് ഹോട്ടലുണ്ട്, അതിൻ്റെ സൈഡിൽ പോകുന്നുണ്ട്. പിന്നെ അബുഷാഗറുണ്ട്, മുവല്ലയിലുണ്ട്, പിന്നെ ഓർലാൻസിലുണ്ട്. അതെല്ലാം റെസ്റ്റോറൻറ്റ് ഐറ്റംസ്. അവിടെ ബിരിയാണി കാര്യങ്ങളെല്ലാം, ഊണ്, എല്ലാ ഐറ്റംസും റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് മാത്രമേ കഫ്റ്റേറിയ. ബാക്കി എല്ലാതും ബിരിയാണി, നെയ്ച്ചോറ്, അതേപോലെ ഒരു ഊണ്, എല്ലാ ഐറ്റംസും.
ഞാൻ സമ്പൽ സമൃദ്ധമായ തീന്മേശയുടെ മുമ്പിലിരിക്കുകയാണ്. ഒന്നും പറയണ്ട, ഇത് വേറൊന്നുമല്ല, ഇത് ദുബൈയിലാണ്. ദുബൈയിൽ ഗിസൈസിൽ ഈ ഷോപ്പിൻ്റെ പേരാണ് ഷംബത്ത് കഫ്റ്റേറിയ. ഈ ദേശത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള നല്ല സ്വാദിഷ്ടമായ എണ്ണ പലഹാരങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയധികം എണ്ണ പലഹാരം വളരെ ന്യായമായ വിലയിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തേക്കും തന്നെ കിട്ടത്തില്ല. ഈ കാണുന്ന പലഹാരത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, ഉസ്താദ്. ആ ഉസ്താദിനെ നമുക്കത് പരിചയപ്പെടാം. ഈ കാണുന്ന പലഹാരത്തിൻ്റെ ഇതിൻ്റെ നിർമ്മാതാവ് ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം വളരെ ഷാർപ്പായിട്ട് വളരെ ഫാസ്റ്റായിട്ട് രുചികരമായ രീതിയിൽ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി നൽകുന്ന വ്യക്തിയാണ്. ഇക്കയുടെ പേരെന്താ? എൻ്റെ പേര് നൗഷാദ്. നൗഷാദ്. ഇക്ക ഇവിടെ എത്ര നാളായി? ഞാനിവിടെ ഒരു 10 വർഷം കഴിഞ്ഞു. ഇത്രയധികം വിഭവങ്ങൾ ഇത് ഇപ്പോൾ എത്ര കാലമായി ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട്? ഞാൻ ചെറുപ്പം വലിക്കുന്ന എനിക്ക് ഓർമ്മിച്ചില്ല. ഓക്കെ. പിന്നെ അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പറയുന്ന പലഹാരങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് അത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നാച്ചുറലാണ്, അതല്ലാതെ ടേസ്റ്റിംഗ് പൗഡറുകളൊന്നുമില്ല. ടേസ്റ്റിംഗ് പൗഡർ അപ്പോൾ ഇവിടെ നാച്ചുറലായിട്ടുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മളെ ആവശ്യമില്ലാത്ത കളറോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ഐറ്റംസും ചേർക്കുന്നില്ല. ശരി, ഇതെന്താ സാധനം? അത് കോഴിക്കാലെന്ന് പറയും. കണ്ണൂർ ഭാഗത്തുള്ള ഒരു വിഭാഗമാണ് കോഴിക്കാല്. കപ്പയിൽ ഉണ്ടാക്കുന്നതാണ്. ഓ ശരി, ഇത് കപ്പയ്ക്കകത്തുള്ള. പിന്നെ എനിക്കറിയാം ഇത് പഴം നിറച്ചത്. ഈ കാണുന്നത് കൽത്തപ്പം. ഇത് കൽത്തപ്പം. ഇതെന്താ? അത് പിന്നെ കായ്പോളാണ്. കായ്പോള. ഇതോ പഴവും മുട്ടയും അതെയുള്ള. ഇത് ബന്ന് നിറച്ചതാണ്. ഇതിനകത്ത് ബന്നും പിന്നെ ബന്നിനകത്ത് മുട്ടയും മസാലയും ഉണ്ടാവും. ഇവിടെ എത്ര വർഷമായി? 10 വർഷം. 10 വർഷത്തെ കഴിഞ്ഞു. അത് സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഇനിയും വളരെ നല്ല വിഭവങ്ങൾ നമ്മുടെ ഈ ദേശത്തുള്ള നാട്ടുകാർക്ക് കൊടുക്കട്ടെ എന്ന് സകല ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. പിന്നെ പക്കോട, സമോസ, ആലുവട, കോഴിക്കാല്, ഇറച്ചിപ്പതിരി, ചിക്കൻ്റെ കട്ട്ലേറ്റ്, പഴം നിറച്ച ഉന്നക്കായ്, കൽത്തപ്പം, കായ്പോള. ചായയും പലഹാരങ്ങളും ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ? ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, പക്ഷെ അന്ന് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ചായക്കടയിൽ തന്നെ പിന്നെ വരണമെന്ന് തോന്നുന്നു. ബിജു വിളിച്ചിട്ടാണ് അടുപ്പിച്ച് വെച്ചോളൂ. ബിജു ഇങ്ങനെ ഇൻട്രോ ചെയ്തിട്ടാണ് ഞാൻ ഈ ചായക്കടയ്ക്ക് വന്നത്. അടിപൊളിയാണ് ചായയുടെ. ഇവിടെ ഇവരിങ്ങനെ മേക്ക് ചെയ്ത് ഇവരെ പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയാണ്. ഫുഡ് അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. സൂപ്പറാണ്. ഞാനിവിടെ പലപ്പോഴും വരുന്ന ആളാണ്. എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ വരാറുള്ളത്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ പലഹാരങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ്. ഓക്കെ, വളരെ നല്ല. ആ കണ്ണാടി വന്നു ഇരിക്കുക. കാരണം ഞാൻ ഇപ്പം പരിചയമുള്ള പല ആൾക്കാരും കാണുമല്ലോ. കണ്ണാടി കേട്ടോ, കുഴപ്പമില്ല, ഞാൻ തന്നെ വെച്ചുതരാം. നിങ്ങൾ സ്ഥിരം ഇവിടുന്ന് കഴിക്കുന്ന ആൾക്കാരാണോ? സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി മാത്രം ദേലയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വരികയാണ്. എവിടെ? എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ വരും. അവിടെ നിന്ന് ഇവിടെ വന്നിട്ടാണ് ഡെയിലി ചായ കുടിക്കുന്നതും ഈ നല്ല ചൂട് പഴംപൊരി, ഇവിടുത്തെ സുഖിയൻ, മറ്റെല്ലാ കടികളും നല്ല ടേസ്റ്റാണ്. എന്താ ഇവിടെ പ്രത്യേകത? പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല ചൂട് ചായയും ഈ നല്ല വാഴക്ക പഴംപൊരി, നല്ല നാടൻ ചായ, നല്ല പഴംപൊരിയാണ്. ആ പഴംപൊരി ഞാനാണ് സ്ഥിരമായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് സമാവർ ചായ നല്ല ഇതോടുകൂടി കിട്ടാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും സമാവർ കിട്ടാറില്ല. അതെ, നമുക്ക് ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴാണ് ഈ സാധനം കഴിച്ചത്. ഗ്രാൻഡ്. അതെ, എന്താ ഓക്കെ. നമ്മുടെ ആൾക്കാരുടെ ഒക്കെ അഭിപ്രായങ്ങളാണ് ചോദിക്കുന്നത്. എന്താ പറയാനുള്ളത്? ഇവിടുത്തെ നിങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണോ? എന്താ പറയുന്നത്? അവിടെ സൂപ്പർ സാധനം കേട്ടോ. ഇത് ചിക്കനാ ഇവിടെ പറയുന്നത്. ചിക്കൻ പപ്സ് നമ്മുടെ കടി ഐറ്റത്തിന് അതുള്ളൊരു വെറൈറ്റി സാധനമാണ്.